ഗണപതി ഭഗവാന്റെ രൂപം പഠിപ്പിക്കുന്നത് എന്ത്? സർവകർമ്മങ്ങളുടെയും ആദ്യാവസാന മൂർത്തിയായ ഗണപതി ഭഗവാന് ഗണനാഥന്മാരിൽ പ്രഥമ സ്ഥാനമാണുള്ളത്. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഭഗവാന് സർവക്ഷേത്ര സന്നിധിയിലും പ്രത്യേക ഇരിപ്പിടവും ഉണ്ടാകും. കലകളുടെയും ശാസ്ത്രത്തിന്റെയും ജ്ഞാനത്തിന്റെയും ബുദ്ധിശക്തിയുടെയും ഉറവിടവും അവിടുന്ന് തന്നെ. സർവവിഘ്നമൂർത്തിയായ ഗണപതി ഭഗവാന്റെ കൗതുകമാർന്ന ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റെതായ ആത്മീയ പ്രാധാന്യവുമുണ്ടത്രേ. ഗജവദനം. ആനയുടെ പോലുള്ള വായ, ചെവി, കണ്ണ് ഇവ ജ്ഞാനിയായ വ്യക്തിയുടെ സമാനമാണ്. ആത്മീയതയുടെ ദൗർലഭ്യമില്ലായ്മയുടെയും പ്രതീകമാണ് ആനയുടെ ഗജവദനം. ശിരസ്. വിശാലമായ ശിരസ്സും അപാര ഓർമ്മശക്തിയും ആനയുടെ പ്രത്യേകതയാണ്. ഉപകരിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും മറക്കുകയില്ല. ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആനയാണ്. ആനയുടെ തല ബുദ്ധിയെയും വ്യത്യസ്തമായ തലച്ചോറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. പിതാവായ ശിവഭഗവാന്റെ കയ്യിലിരുന്ന പഴം സ്വന്തമാക്കുന്നതിന് സുബ്രഹ്മണ്യനുമായുള്ള പന്തയത്തിൽ വിജയിക്കാനായതും ബുദ്ധിശക്തിയല്ലത്രേ. വലിപ്പമുള്ള തല വലുതായി ചിന്തിക്കുക എന്ന തത്വത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂക്ക് അഥവാ തുമ്പിക്കൈ. തുമ്പിക്കൈക്ക് അപാര ശക്തിയുണ്ട്. വൃക്ഷത്തെ പോലെ പിഴുതെറിയുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ പ്രണമിക്കുന്നതും പുഷ്പം അർപ്പിക്കുന്നതും തലയിൽ ജലാഭിഷേകം നടത്തുന്നതും ഇതുകൊണ്ടാണ്. വൃക്ഷങ്ങളും മറ്റും എടുക്കുന്ന അതേ തുമ്പിക്കൈ കൊണ്ട് സൂചി പോലുള്ളവയും എടുക്കുന്നു. ഇതുപോലെയാണ് ജ്ഞാനിയായ വ്യക്തി പോരായ്മകളെ പിഴുതെറിയുന്നതും നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും മറ്റുള്ളവർക്ക് ബഹുമാനവും സ്നേഹവും അറിവും പകർന്നു കൊടുക്കുന്നതും. ചെവി. ഭഗവാന്റെ വലിയ ചെവി കൂടുതൽ ശ്രദ്ധിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ സദാ നേരവും ചെവിയോർക്കുന്നു എന്ന സങ്കല്പവുമുണ്ട്. ജ്ഞാനം നേടുന്നതിനും സത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ചെവിക്കുള്ള പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. കണ്ണുകൾ. മഹാഗണപതിയുടെ ഒരു കണ്ണ് മഹാദേവന്റെയും മറ്റേ കണ്ണ് ഉമയുടേതുമാണ്. ഭഗവാന്റെ ചെറിയ കണ്ണുകൾ ഏകാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. ധ്യാനാവസ്ഥയിലുള്ളവർ കണ്ണുകൾ ചെറുതാക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ജീവിത വിജയത്തിനും ആത്മീയ ജീവിത വിജയത്തിനും ഏകാഗ്രതയ്ക്കുള്ള സ്ഥാനം പ്രധാനപ്പെട്ടതു തന്നെ. ആനയുടെ കണ്ണുകൾ ചെറിയ വസ്തുക്കൾ പോലും വലുതായി കാണാൻ കഴിയുന്നതും ആന അതു ചെറുതായി കണ്ടിരുന്നെങ്കിലും ജ്ഞാനിയായ വ്യക്തിയുടെ പ്രത്യേകത ആണത്. ചെറിയവരിലും മഹത്വം കാണണമെന്നാണ് ജ്ഞാനിയുടെ നേത്രങ്ങൾ ആനയുടെ കണ്ണുകൾ പോലെയാണ്. നെറ്റിയിലെ ത്രിശൂലം. ത്രികാലത്തെയും സമയത്തെയുമാണ് ത്രിശൂലം സൂചിപ്പിക്കുന്നത്. പിതാവായ ശിവന്റെ ആയുധമാണ് ത്രിശൂലം. ഇത് ശിവസ്മരണയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഗണപതിയുടെ പാണ്ഡിത്യവും ശൂലം പ്രതിനിധാനം ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ സവിശേഷമായ ഊർജസ്രോതസ്സായും ശൂലത്തെ പ്രതീകവൽക്കരിച്ചിട്ടുണ്ട്. വായ. ഭഗവാന്റെ ചെറിയ വായ കുറച്ചു സംസാരിക്കുക എന്ന ഉപദേശമാണ് നൽകുന്നത്. അമിത ഭാഷണം ഒഴിവാക്കി പകരം പ്രവൃത്തിയിൽ ശ്രദ്ധിക്കാൻ വിഘ്നേശ്വരന്റെ ചെറിയ വായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം കേൾക്കുക, ശേഷം ചിന്തിക്കുക, പിന്നീട് സംസാരിക്കുക എന്ന സാമാന്യ തത്വത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. കൊമ്പുകൾ. ഗണപതിയുടെ മുഴുവനായ കൊമ്പ് എല്ലാതരം ദ്വൈതവാദങ്ങളെയും മറികടക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. നല്ലത് നിലനിർത്താനാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മോശപ്പെട്ട കാര്യങ്ങൾ ഛേദിച്ചു കളയാനാണ് ഒടിഞ്ഞ കൊമ്പുകൾ പ്രതീകമാക്കുന്നത്. വയർ. ജ്ഞാനികൾക്ക് ജയപരാജയങ്ങളും ഉയർച്ച താഴ്ചയും ഇല്ല. എല്ലാം ഒരുപോലെയാണ്. അതുപോലെയാണ് ആനയുടെ ഈ വലിയ വയർ നല്ല ഗുണത്തിന്റെ പ്രതീകമാണ്. നല്ലതും മോശവുമായ സർവത്തെയും അംഗീകരിച്ച് ശാന്തരായിരിക്കാനാണ് ഭഗവാന്റെ കുടവയർ ആഹ്വാനം ചെയ്യുന്നത്. പ്രപഞ്ചത്തിലുള്ള സർവ സങ്കടങ്ങളും വിഴുങ്ങി ലോകത്തെ സംരക്ഷിക്കാനുള്ള ഭഗവാന്റെ കഴിവിനെയും കുടവയർ സൂചിപ്പിക്കുന്നു. കാലുകൾ.
ഭഗവാന്റെ ഒരു കാൽ നിലത്ത് സ്പർശിച്ചും മറ്റൊന്ന് ഉയർത്തിയുമുള്ള രൂപമാണുള്ളത്. മനുഷ്യൻ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ജീവിക്കേണ്ടത് പ്രധാനമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൈകൾ. ഗണപതിയുടെ 4 കൈകൾ സൂക്ഷ്മ ശരീരത്തിന്റെ 4 ആന്തരിക ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ കൈ ബന്ധങ്ങളെയും കെട്ടുപാടുകളെയും വേർപെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. മഴ പിടിച്ചിരിക്കുന്ന കൈ സർവമോഹങ്ങളെയും വേർപെടുത്തുന്നതിന്റെ പ്രതീകമാണ്. ഗണപതിയുടെ മഴു പഴയ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്ത് പുതിയ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും പഠിപ്പിക്കണം. രണ്ടാമത്തെ കൈ. രണ്ടാമത്തെ കൈയിൽ ഭഗവാൻ കയറും താമരപ്പൂവുമാണ് വഹിച്ചിരിക്കുന്നത്. ആത്മാവിനെ പരമാത്മാവിനോട് ബന്ധിപ്പിക്കുന്നതാണ് ഈ കയർ. ഇത് സ്നേഹത്തിന്റെയും ദിവ്യ നിയമങ്ങളുടേതുമാണ്. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ് താമരപ്പൂവ്. ഐശ്വര്യത്തെയും ജ്ഞാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മനുഷ്യ പരിണാമത്തിന്റെ പരമോന്നത ലക്ഷ്യത്തെ താമരപ്പൂവ് പ്രതീകപ്പെടുത്തുന്നു. ഭക്തനെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കയർ പ്രതീകമാക്കുന്നത്. മൂന്നാമത്തെ കൈ. മൂന്നാമത്തെ കൈ ഭക്തർക്ക് നേർക്ക് അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണുള്ളത്. ഭക്തന് വിഘ്നേശ്വരൻ സംരക്ഷണവും മാർഗനിർദ്ദേശവും നൽകുന്നതായി ഇത് കാണിക്കുന്നു. നാലാമത്തെ കൈ. നാലാമത്തെ കൈയിൽ ഗണപതി മോദകമാണ് പിടിച്ചിരിക്കുന്നത്. മോദകം ആനന്ദമാണ്. ഇത് തപസ്യയുടെയും ബുദ്ധിയുടെയും ബലത്താൽ നേടിയ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സൂചനയുമാണ്. ഓരോ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന മാധുര്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഭക്തിയുടെ പ്രതിഫലത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനം. യുക്തിയുടെയും സംശയത്തിന്റെയും പ്രതീകമാണ് എലി. യുക്തിക്കും സംശയത്തിനുമേൽ തനിക്ക് അധികാരം ഉണ്ടെന്നാണ് എലിയുടെ മുകളിലിരിക്കുന്ന ഗണപതി ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗണപതി മൂലമന്ത്രം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. കറുകമാലയാണ് വിഘ്നേശ്വരന് പ്രിയം. 12 ദിവസം തുടർച്ചയായി ഭഗവാന് കറുകമാല സമർപ്പിച്ചാൽ സർവവിഘ്നങ്ങളും മാറി ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. സർവരോഗശാന്തിക്കായി ഭഗവാന് ചെറുനാരങ്ങമാല സമർപ്പിച്ചാൽ മതിയാകും. പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകാൻ ഭഗവാന് മുന്നിൽ ഏത്തമിട്ടാൽ മതിയാകും.